ഇത് അവളുടെ ഒരു ഫോട്ടോയാ. അല്ല, കുട്ടിയെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. എന്നാലും ഫോട്ടോ ഇവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. ഓ, സുലോചന പറഞ്ഞത് ശരിയാ, ആവശ്യം വരും. കല്യാണക്കത്തില് ഫോട്ടോ വെക്കേണ്ടി വരുമ്പോ ഈ ഫോട്ടോ ഉപയോഗിക്കാം. എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. എന്നാലും ഒരു ചായ പോലും കുടിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്, വിഷമമൊന്നും വിചാരിക്കല്ലേ. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. ശരി എന്നാ. ശരി. അമ്മേ, നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാം. പിന്നെ ആ ജാതകം. പെണ്ണിന്റെ ജാതകം കിട്ടി, എനിക്ക് മൊബൈലിൽ അയച്ചു തന്നു. അത് ഞാൻ എല്ലാവർക്കും സെറ്റ് ചെയ്ത് തരാം. എടാ മോനെ, നീ അതയച്ച് ബുദ്ധിമുട്ടണ്ട, ജാതകം എന്റെ കയ്യിലുണ്ട്. മുത്തശ്ശിക്ക് എങ്ങനെ കിട്ടി? ജാതകം എന്റെ ഫോണിലല്ലേ കിടക്കുന്നത്? ജാതകം സുലോചന കൊണ്ടുവന്നു. സുലോചന ജാതകം ഇപ്പൊ ഇവിടെ കൊണ്ട് തന്നിട്ട് പോയതേ ഉള്ളൂ. എന്നിട്ട് എവിടെ ജാതകം? ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ അത്. അല്ല, ഇവിടെ ഇരുന്ന് ജാതകം ഇവിടെ പോയി. ഇതിലില്ലല്ലോ, ഇതിലും ഇല്ല. അവിടെ നോക്കി, ഇത് എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഇരുന്നാണല്ലോ. എവിടെ പോയാ? ഒരിടത്തും ഇല്ലല്ലോ. അമ്മേ, ദേ ജാതക സിദ്ധുവിന്റെ കയ്യില്. സിദ്ധു, ഇങ്ങോട്ട് തന്നെ. സിദ്ധു, അത് നശിപ്പിക്കില്ലേ മോനെ, ഇന്ന് കൊണ്ടുവാ. മോനെ, ആ ജാതകം കൊണ്ടുവാ. ഇതാരാമ്മ ഈ ഫോട്ടോയില്? അതെ, ഇത് ഋഷി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോയാ. അല്ല, ഇത് ഋഷിയുടെ മാലാഖ അല്ല, ഇത് വേറെ ഏതോ മാലാഖ അമ്മ. ഋഷിയുടെ മാലാഖ ഇങ്ങനെ അല്ല. ഏടനാ ഫോട്ടോ ഇങ്ങ് തന്നെ. എന്താടാ, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ഞെട്ടുന്നേ? ഈ പെൺകുട്ടിയെ നീ ആദ്യമായിട്ട് കാണുമൊന്നും അല്ലല്ലോ. നീ പ്രേമിച്ച പെണ്ണ് തന്നെയല്ലേ ഇത്? ഇതല്ല ഞാൻ സ്നേഹിക്കുന്ന കുട്ടി. അപ്പൊ നീ ഇവിടെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞതോ? ഈ ഫോട്ടോയെ കാണുന്ന അഞ്ജിതയെ ഞാൻ പ്രേമിക്കുന്നു എന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞേ? ഞാൻ പ്രേമിക്കുന്നത് അഞ്ജിതയല്ല. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യമാ. ഞാൻ പ്രേമിക്കുന്നത് ഇവളെ അല്ല, ദേവിക ചേച്ചിയുടെ അനിയത്തി ഗോപികയാ. നീ തമാശ കളിക്കല്ലേ? ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നിയോ? ഇത് തമാശയല്ല. എന്റെ അച്ഛനാണ്, അമ്മയാണ്, മുത്തശ്ശിയാണ് സത്യം. ഞാൻ പ്രേമിക്കുന്നത് ഗോപികയാ, അല്ലാതെ ഇവളെ അല്ല. അപ്പോ നീയും അഞ്ജിതയും തമ്മിൽ പ്രേമത്തിലാണെന്ന് അഞ്ജിത പറഞ്ഞതോ? ഇതൊന്നും അറിയാതെ ഞങ്ങൾ ആ കുട്ടിയുടെ കയ്യിൽ വളയിട്ട് വിവാഹം ഉറപ്പിക്കുകയും ചെയ്തല്ലോ. ഇത് നടക്കില്ല. ഞാനും അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. ഇത് വലിയ അബദ്ധമായി പോയല്ലോ. ഈ അബദ്ധം എങ്ങനെ സംഭവിച്ചു? ഇനിയിപ്പോ എന്താ ചെയ്യാ? എവിടെയോ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം. നിങ്ങൾ വാ, നമുക്ക് അവരുടെ വീട്ടിൽ പോവാം. ഞാൻ ഋഷിയെ പ്രേമിക്കുന്ന കാര്യം ചേച്ചിയോട് എങ്ങനെ പറയും? പറഞ്ഞ ചേച്ചി അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും? എന്തായാലും രണ്ടും കൽപ്പിച്ച് ചേച്ചിയോട് പറയാം. ഇതിന് ചേച്ചിയോട് പറയാതെ മനസ്സിൽ വെച്ചിരുന്ന ഒരു പക്ഷേ അത് അബദ്ധമാകും. എന്നായാലും ചേച്ചി ഇതറിയേണ്ടത് തന്നെയാണല്ലോ. പറയാം.
ചേച്ചി ചേച്ചി എന്താടി അത് പിന്നെ എന്താടി നിന്ന് പരുങ്ങുന്നേ? എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടൊരു കാര്യം പറയാൻ നിനക്കെന്താ മുഖവുര? പറയേ. അത് പറയടാ. എന്താ? എനിക്ക് വരൂ. ഇവരൊക്കെ എന്താ ഇവിടെ സംഭവിക്കുന്നത്? എല്ലാരും എന്തെങ്ങനെ നിൽക്കുന്നേ? വരൂ, ഇരിക്കൂ. ചേച്ചി, ഇവിടെ ഒരു അബദ്ധം സംഭവിച്ചേക്കാം. എന്താ അബദ്ധം? വളച്ചു കെട്ടാതെ പറയാം. നിങ്ങളെല്ലാവരും കരുതിയത് ഞാൻ സ്നേഹിക്കുന്നത് അഞ്ജിതയാണെന്ന്. എൻ്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് കരുതിയത്. എവിടെയോ കമ്മ്യൂണിക്കേഷനിൽ ഒരു തകരാറ് വന്നിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നത് അഞ്ജിതയല്ല, ഈ നിൽക്കുന്ന ഗോപികയാണ്. ഇതറിയാതെയാണ് എല്ലാവരും ചേർന്ന് ഞാനും അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത്. പക്ഷേ അത് ഇപ്പൊ എന്താ പറഞ്ഞേ? സാറും ഇവളും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തിയെന്നോ? ആര് നടത്തി? എപ്പോ നടത്തി? എവിടെ വെച്ച് നടത്തി? അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? എല്ലാം ഇവിടെ ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് നടന്നത്. അപ്പൊ താൻ അവിടെ പോയിരുന്നു? ഈ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ കുട്ടിയെ കണ്ടതേയില്ല. ഓഹോ, അപ്പൊ എല്ലാരും ഒറ്റക്കെട്ടായി ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? മോളെ, ചേച്ചി ഇവർക്ക് ഒത്താശ ചെയ്യായിരുന്നു അല്ലേ? എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നു അല്ലേ? മോളെ ഗോപിക, എനിക്ക് അറിയില്ലായിരുന്നു നീയും ഋഷിയും തമ്മിൽ ഇഷ്ടത്തിലാന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാ ഞാൻ കരുതിയത്. എനിക്കൊന്നും കേൾക്കണ്ട. ഗോപു മോളെ, എന്നെ അറിയിക്കാതെ ഇങ്ങനെ ഒരു വിവാഹം നിശ്ചയം എങ്ങനെ നടത്തി നിങ്ങള്? എന്തുകൊണ്ട് നിങ്ങൾ ആരും എന്നെ അറിയിച്ചില്ല ഇതൊന്നും? അപ്പോ കരുതി കുട്ടി എന്നെ ചതിക്കായിരുന്നു. മോളെ, മോളെ, നീ ഈർഷ്യയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞങ്ങളെങ്ങനെ അറിയുന്നത്? നീ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അഞ്ജിതയ്ക്ക് ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞു. മോളെ, അഞ്ജിത ഋഷിയും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അഞ്ജിത കയറെടുത്തു. അതാ ഞങ്ങള്. അതൊക്കെ ഇവളുടെ അടവാ. എനിക്ക് വിധിച്ചതൊക്കെ ഇവൾക്ക് തട്ടിയെടുക്കണം. പൊണ്ടേ അതാണല്ലോ ഇവളുടെ ശീലം. എല്ലാത്തിന്റെ പിറകിൽ ഇവളുടെ ആന്റിയുടെ മാസ്റ്റർ ബ്രെയിൻ ആയിരിക്കും. ഇവരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും എന്നെ അറിയിക്കാതെ രഹസ്യമായി നിങ്ങൾ വിവാഹ നിശ്ചയം നടത്തിയത്. മോളെ, നിന്നെ അറിയിക്കാതിരുന്നതിന്റെ കാരണം വേറെ ആയിരുന്നു മോളെ. മൂത്തവളായ നീയും ദേവികയും നിൽക്കുമ്പോൾ ഇളയവളായ അഞ്ജിതയുടെ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ച മോൾക്കത് വിഷമാകുമെന്ന് വിചാരിച്ചിട്ടാ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ചേച്ചിയോട് മാത്രമേ ചോദിക്കാനുള്ളൂ. ചേച്ചി എന്തിനാ ഈ ചതി എന്നോട് ചെയ്തത്?
മോളെ കണ്ടല്ലോ, സത്യാവസ്ഥ ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? പക്ഷെ മോനെ, വിവാഹ നിശ്ചയം നടത്തിപ്പോയില്ലേ? ചേച്ചി മുന്നിട്ട് നിന്നല്ലേ ഈ വിവാഹ നിശ്ചയം നടത്തിയത്. ആ ചേച്ചി തന്നെ ഇടപെട്ട് ഞങ്ങളുടെ വിവാഹ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. എല്ലാം അറിഞ്ഞിട്ട് വേണമായിരുന്നു കല്യാണം ഉറപ്പിക്കാൻ. ഇപ്പൊ വിവാഹം ഉറപ്പിച്ചിട്ട് അത് മാറ്റണമെന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമല്ല, നടക്കില്ല. എന്റെ മോളുടെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ ആരും ശ്രമിക്കരുത്. സുലോചന എന്താ ഇങ്ങനെ പറയുന്നേ? ഞങ്ങളാരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് നിങ്ങളോട് ഒരു തർക്കവും പരിഭവവും ഇല്ല. ഈ വിവാഹ നിശ്ചയം മുന്നിട്ട് നിന്ന് നടത്തിയത് ദേവികയാണല്ലോ. എനിക്ക് ദേവികയോട് മാത്രമേ പറയാനുള്ളൂ. ദേവികെ, എനിക്കൊന്നേ പറയാനുള്ളൂ. നിശ്ചയിച്ച പ്രകാരം ഋഷിയും അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നടക്കണം. അതെങ്ങനെ ശരിയാവും? നിശ്ചയിച്ച വിവാഹം നടന്നില്ലെങ്കിൽ അഞ്ജിതയും കൊന്ന് ഞാനും ചാവും. ആന്റി, വിവാഹം മുടങ്ങിയതിന്റെ നാണക്കേട് ഓർത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നത് തന്നെയാ. എല്ലാവരും ഒന്ന് നിർത്ത്. ഇപ്പോ കെടുപിടിയെന്നൊന്നും തീരുമാനം എടുക്കണ്ട. എല്ലാം സാവകാശത്തിൽ മതി. ഋഷി, നമ്മളായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്ക് പോവാം. എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. മഹാദേവ, ജാനകി, വാ നമുക്ക് പോവാം. ദേ, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പരീക്ഷണമായിട്ട് കരുതിയാൽ മതി. നമുക്ക് സമാധാനമായിട്ട് തീർപ്പുണ്ടാക്കാം. എല്ലാം സാവകാശത്തിൽ മതി. ജാനകി, വാ നമുക്ക് പോവാം. നീ വാ മോളെ. മോളെ അമ്മേ, അമ്മേ. അതെ, നിങ്ങൾ എന്നെ അവിടെ നിർബന്ധിച്ച് പിടിച്ചോണ്ട് വന്നെന്ന് കരുതി എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ബഹളം കൂട്ടിയാലും ഞാൻ ഗോപിക മാത്രമേ കല്യാണം കഴിക്കൂ. അല്ലാതെ ഒരു വിവാഹത്തിനും ഞാൻ തയ്യാറാവില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഗോപികയുമായി എന്റെ വിവാഹം നടത്തി തരണം. ഈ വിവാഹം നടത്തിയേ തീരൂ. എടാ, നീ എന്ത് വർത്താനീ പറയുന്നേ? ഇനി ഗോപികയായിട്ട് നിന്റെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാ അതെങ്ങനെ ശരിയാവും? നമ്മൾ അവരുടെ വീട്ടിൽ പോയി അഞ്ജിതയുമായി നിന്റെ വിവാഹം നിശ്ചയിച്ച് വളയിട്ടതല്ലേ? എന്നിട്ട് ആ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ അത് ദൈവത്തിന് നിരക്കുന്നതാണോ? ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടിയായത്, അത് വെച്ച് കളിക്കാമോ? ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ടമ്മേ. എന്ത് ചതി? നീ എന്താ ഉദ്ദേശിക്കുന്നത്? സുലോചന ആന്റിയും അഞ്ജിതയും കൂടി എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മോനെ. നീ കരുതുന്ന തരത്തിലുള്ള ആൾക്കാരല്ല അവര്. സുലോചന അഞ്ജിതയൊക്കെ വളരെ നല്ല കൂട്ടരാ. അവരൊരു ചതിയും കാണിക്കില്ല. വെളുത്തതെല്ലാം പാലല്ല മുതശ്ശി. നിർത്ത്. ഇവിടെ വെച്ച് സംസാരം വേണ്ട. എന്താ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കാം. ഋഷി, ഋഷി എവിടെ? ഋഷിയുടെ മാലാക? ഋഷിയുടെ മാലാകെ കൊണ്ടുവന്നോ? ഇല്ല സുധുവേട്ടാ, എന്റെ മാലാകെ കൊണ്ടുവരാൻ ഇവിടെ ആരും സമ്മതിക്കുന്നില്ല. ആരെ സമ്മതിക്കാതെ? അമ്മയാണോ, അച്ഛനാണോ, അതോ മുത്തശ്ശിയാണോ? ദേ, എല്ലാരോടും കൂടി പറയാ ഞാൻ ഇവിടെ. ഋഷിയുടെ മാലാക ഋഷിക്ക് തന്നെ കൊടുത്തോളൂ കേട്ടോ. ഏട്ടനുള്ള വിവേകം പോലും മറ്റാർക്കും ഇല്ലാതെ പോയല്ലോ. ഋഷി,
ആരെയും വേദനിപ്പിക്കാതെ എങ്ങനെ ഈ വിഷയം ഒന്ന് പരിഹരിക്കുക? അതാ ഞാനും ചിന്തിക്കുന്നത്. ഇവനിങ്ങനെ പിടിവാശി കാട്ടുമ്പോ എന്താ ചെയ്യാ? ഞാനൊരു മാർഗം പറയാം. 2 പെൺകുട്ടികളുടെയും ജാതകം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതൊന്ന് പരിശോധിച്ച ശേഷം നമുക്കൊരു തീരുമാനം പറയാം. മതി, അത് മതി. ഗോപിക, നീ കരയാതിരിക്കെ. എല്ലാം രഹസ്യമാക്കി വെച്ചിട്ട് ഇപ്പൊ ഇരുന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? നിനക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ട് എന്നോട് പറയാതിരുന്നത്? എന്നോടെങ്കിലും നിനക്കത് പറഞ്ഞുകൂടായിരുന്നോ? അത് പിന്നെ ചേച്ചി വിവാഹം കഴിക്കാത്ത നിൽക്കുമ്പോ സത്യം പറഞ്ഞ ചേച്ചിയുടെ കല്യാണം കഴിയാതെ എന്റെ കല്യാണം നടത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാ ചേച്ചി ചോദിച്ചപ്പോ ഒന്നും പറയാതെ ഞാൻ മറച്ചു വെച്ചത്. എനിക്കത് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴായിട്ട് നിന്നോട് ഇതിനെ കുറിച്ച് ചോദിച്ചത്. അല്ല, ഇതൊക്കെ എപ്പോഴായിരുന്നു തുടങ്ങിയത്? അത് അന്ന് നാട്ടില് വെച്ച് തന്നെ ഋഷി എന്നെ പ്രപ്പോസ് ചെയ്തതാ. എന്നിട്ട് എനിക്കും ഋഷിയോട് താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഋഷി സാറ് പ്രപ്പോസ് ചെയ്തപ്പോ തന്നെ ഞാനും സമ്മതിച്ചു. മോളെ, നീ കാണിച്ചത് ബുദ്ധിമോശമായി പോയിന്ന് ഞാൻ പറയൂ. നിങ്ങൾ തമ്മിൽ ഈ അഫയർ തുടങ്ങിയപ്പോ തന്നെ എന്നോട് പറയണമായിരുന്നു. അപ്പൊ നീ അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിയുമായിരുന്നോ? ഇതിപ്പോ നിന്നെ പോലെ തന്നെ അഞ്ജലിക്കും ഋഷി ഇഷ്ടമല്ലേ? അവൾക്ക് ഇഷ്ടമുണ്ടെന്ന് കരുതിയിട്ട് ഋഷിക്ക് അവളോടായി ഇഷ്ടമല്ലല്ലോ. എന്നാലും കാര്യങ്ങൾ കൈവിട്ട് പോയില്ലേ ഗോപു? എന്താ ചെയ്യ ചേച്ചി? ഇതിപ്പോ അഞ്ജലിയും ഋഷിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതിന് ശേഷം മാറ്റുമെന്ന് നമ്മൾ പറഞ്ഞ അവര് വെറുതെ ഇരിക്കോ? എനിക്കൊന്നും അറിഞ്ഞൂടാ ചേച്ചി. കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ കുട്ടി. മുത്തശ്ശ ഇതെങ്ങനെ പരിഹരിക്കും? എന്ത് തീരുമാനം എടുക്കാന്നാ പറയുന്നത്? മുത്തശ്ശനൊരു തീരുമാനം പറയേ. തീരുമാനം ആദ്യം ജാതകപ്പൊരുത്തം നോക്കട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കാം. എന്തിനാ ജാതകപ്പൊരുത്തം? ജാതകപ്പൊരുത്തം നോക്കിയിട്ടാണോ ഞാൻ ഋഷി ഇഷ്ടപ്പെട്ടത്? ജാതകപ്പൊരുത്തത്തിനേക്കാൾ വലുതാണ് മുത്തശ്ശ മനപ്പൊരുത്തം. ആ മനപ്പൊരുത്തം ഞാനും ഋഷിയും തമ്മിൽ ധാരാളമുണ്ട്. മുത്തശ്ശനത് തിരിച്ചറിയണം. എന്നിട്ട് ഞങ്ങളുടെ വിവാഹം നടത്തി തന്നേ പറ്റൂ. ഗോപി, ഉച്ചവെക്കരുത്, ശബ്ദം താഴ്ത്ത്. പിന്നെ ഞാൻ എന്ത് വേണം? എനിക്ക് ഋഷിയുമായുള്ള വിവാഹം നടത്തി തന്നേ പറ്റൂ. മുത്തശ്ശനോടാണോ ഒച്ച എടുക്കുന്നത്? ഗോപു, അകത്ത് കയറിപ്പോ. ചെന്നേ പോ. മുത്തശ്ശ, ഏതായാലും ട്വിസ്റ്റ് അടിപൊളിയായി. പ്ലാൻ ചെയ്തതുപോലെ തന്നെ ജാതകത്തിലേക്കും വിഷയം എത്തി. ഇനി ഗോപിക രംഗത്ത് നിന്ന് ഔട്ടാ മോളെ. ഇനി നിന്റെയും ഋഷിയുടെയും കല്യാണം ഉറപ്പായിട്ടും നടക്കും. എന്റെ ചക്കര മുത്ത ഹാപ്പി ആയിട്ടിരിക്കും. ഇപ്പഴാ എനിക്കൊരു സന്തോഷവും സമാധാനവും കിട്ടിയത്. എന്നല്ല. അഞ്ജിതയുടെയും ഋഷിയുടെയും ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം പരിശോധിച്ചോ? 10-ൽ 5 പൊരുത്തമാ കാണുന്നത്. ഏതായാലും ഇതിനേക്കാൾ പൊരുത്തം എനിക്കും ഗോപികയ്ക്കും ഉണ്ടാവും. ഈശ്വര,
അഞ്ജതയേക്കാൾ കൂടുതൽ പൊരുത്തം എനിക്കും ഋഷി സാറിനും തമ്മിൽ ഉണ്ടാവണേ. ഋഷിയും ഗോപികയും തമ്മിലുള്ള പൊരുത്തം എങ്ങനെയുണ്ട് തിരുമേനി? ഗോപികയുടേത് നല്ല ജാതകമാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്താല്ലേ? ഗോപികയുടേത് നല്ല ജാതകമാണെങ്കിലും ഋഷിയുടെയും ഗോപികയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേരില്ല. അതെന്താ ജോത്സരെ അങ്ങനെ പറയുന്നത്? ചേരില്ല എന്ന് പറയുമ്പോ ഋഷിയുടെയും ഗോപികയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേർത്താൽ ഇവർ തമ്മിലുള്ള വിവാഹം നടന്നാൽ ഗോപികയ്ക്ക് വൈദവ്യ ദോഷം ഉണ്ടാവും. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഋഷി ഗോപികയെ വിവാഹം കഴിച്ചാൽ ഋഷിക്ക് അകാല മൃത്യു സംഭവിക്കും. ഞങ്ങളുടെ ജാതകം നന്നായിട്ട് പരിശോധിച്ചോ? നന്നായി പരിശോധിച്ചിട്ട് തന്നെയാണല്ലോ ഞാൻ ഫലം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. ജാതകത്തിൽ അതാണ് കാണുന്നത്.